5 സ്റ്റോക്ക്ഹോമിൽ UN ജനറൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ മാനവ പരിസ്ഥിതി സമ്മേളനം ആരംഭിച്ചു. അന്ന് തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം രൂപം കൊണ്ടു. അന്ന് മുതൽ എല്ലാ വർഷവും പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. ഇന്ന് 2010 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ സമാരംഭിച്ചിട്ടുള്ള പരിസ്ഥിതി കമ്മീഷൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സർവ്വതും ദൈവത്തിൻ്റെ ദാനം. സകലേശ്വര സന്നിധിയിൽ തലകൾ വണക്കാം. ഏവർക്കും തൽസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം. പാവനമാലയത്തിനുള്ളിൽ പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം. പാവനമാലയത്തിനുള്ളിൽ പാഴിലാക്കരുതേ നിൻ പാത തേടുന്നോർ. പാഴിലാക്കരുതേ നിൻ പാത തേടുന്നോർ. താപമേറും മാനസേ വാസമാക്കണമേ. പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം. പാവനമാലയത്തിനുള്ളിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി കോന്നി സെയിൻറ്റ് ജോർജ് പള്ളി വികാരിയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ ജനറൽ സെക്രട്ടറിയുമായ ഫാദർ ബിജു മാത്യുവിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി, തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ അധിപനും പരിസ്ഥിതി കമ്മീഷൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലെമീസ് തിരുമേനി, കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ അധിപനും പരിസ്ഥിതി കമ്മീഷൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദേവന്നാസ്യൂസ് തിരുമേനി, കോളേജ് മാവേലിക്കര പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ മാത്യു കോശി സാർ, ബസേലിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ ഓണാട്ട് സാർ, മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാനപ്പെട്ട PC ഏലിയാ സാർ, ശ്രേഷ്ഠരായ വൈദികരെ, പൂർവ്വ അധ്യാപകരെ, ഇപ്പോൾ പ്രവർത്തിക്കുന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതിയെ സ്നേഹിക്കുകയും
പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതിനോട് താല്പര്യമുള്ള പ്രിയപ്പെട്ട ഏവരുമേ, ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. ലോകം മുഴുവൻ ഒരു പ്രത്യേകമായ വിഷയത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ദിനമാണല്ലോ ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 1972 പരിസ്ഥിതി ദിനമായി കൊണ്ടാടുവാൻ തക്കവണ്ണം UN തീരുമാനിക്കുകയും എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി കൊണ്ടാടിക്കൊണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ച് ആവശ്യമായ അവബോധം എല്ലാ തലങ്ങളിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ഒരു ദിവസം പ്രത്യേകമായി എടുക്കുകയും ആ ദിവസങ്ങളിൽ അതിനോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ നടത്തപ്പെടുകയും ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയും ഇന്ന് ഒരു പുതിയ ചുവട് വയ്ക്കുകയാണ്. സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സഭയാണ് ജീവനുള്ള സഭ എന്ന് പറയുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങളോട് നിസ്സഹകരണം കാട്ടുകയും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സഭ നിർജീവമായ സഭയ്ക്ക് തുല്യമാണ്. എന്നാൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തെ അത് സഭ മനസ്സിലാക്കുകയും കാലികമായി അതിനെ കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇപ്പോൾ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരു ചുവടുവെപ്പാണ് ഈ പരിസ്ഥിതി കമ്മീഷൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുക വഴി ചെയ്യുന്നത്. പരിശുദ്ധ സുന്നകദോസ് കൂടിയ സന്ദർഭത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഗഹനമായിട്ട് പഠിക്കുകയും ലോകം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഏതു തലത്തിൽ സഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാം, എന്ത് സംഭാവനകൾ സഭയ്ക്ക് ഇതിന് നൽകാമെന്നുള്ള ഗഹനമായ ചിന്തയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒരു പരിസ്ഥിതി കമ്മീഷൻ രൂപീകരിക്കുവാൻ തക്കവണ്ണം തീരുമാനം ഉണ്ടായത്. ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകൃതമാകുമ്പോൾ ധാരാളം ലക്ഷ്യങ്ങൾ അതിൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. പരിശുദ്ധ സുന്നകദോസ് അംഗീകരിച്ച് ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് പോയിൻ്റായിട്ട് ഒന്ന് വായിക്കുന്നു. 1, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സഭയുടെ ദൗത്യം വ്യക്തമാക്കുക. 2, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സഭയുടെ ഇടപെടൽ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുക. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലും സഭയുടെ ആരാധനാക്രമങ്ങളിലും പ്രകൃതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം അവലോകനം ചെയ്ത് പ്രചരിപ്പിക്കുക. 4, പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. 5, പരിസ്ഥിതി പഠന വിജ്ഞാന ശാഖകളിൽ പഠന ഗവേഷണങ്ങൾ നടപ്പാക്കുവാനായി പ്രോത്സാഹനം